മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ വിയോജനക്കുറിപ്പ് പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിഷയത്തിൽ സുപ്രീംകോടതി കേസ് പരിഗണിക്കാനിരിക്കെ തിരക്കിട്ടുള്ള നിയമനം ശരിയായില്ല. സുപ്രീംകോടതി ഉത്തരവ് ലംഘിച്ച് ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള വോട്ടർമാരുടെ ആശങ്കകൾ മോദി സർക്കാർ വഷളാക്കിയെന്നും വിമർശനം. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ഈ വിയോജനക്കുറിപ്പിന്റെ ഉള്ളടക്കം എങ്ങനെ? അവിടുത്തെ കഴിഞ്ഞ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള യോഗം നടന്നത്. അതിൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധി ഒരു വിയോജനക്കുറിപ്പ് നൽകിയിരുന്നു. ഈ വിയോജനക്കുറിപ്പാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്. വിയോജനക്കുറിപ്പിൽ പ്രധാനമായും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എക്സിക്യൂട്ടീവ് ഇടപെടലുകൾ പാടില്ല എന്നതാണ്. കാരണം സുപ്രീംകോടതിയുടെ ഉത്തരവുകൾ അടക്കം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചുവെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുകയാണ്. സുപ്രീംകോടതി ഉത്തരവ് ലംഘിച്ച് ചീഫ് ജസ്റ്റിസിനെ ഈ കമ്മിറ്റിയിൽ നിന്ന് ആദ്യം കേന്ദ്ര സർക്കാർ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് തീർത്തും മര്യാദകേടെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ വിയോജനക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള ജനങ്ങളുടെ ആശങ്കയെ കൂടുതൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വഷളാക്കിയിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ അംബേദ്കറുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഉയരുന്നത്. കാരണം സുപ്രീംകോടതിയിൽ ഈ കേസ് പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തിരക്കിട്ട് കേന്ദ്ര സർക്കാർ ഒരു പ്രഖ്യാപനം നടക്കുകയും ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി കൊണ്ടുവരികയും ചെയ്യുന്നതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധി നൽകിയ വിയോജനക്കുറിപ്പാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പങ്കുവച്ചിരിക്കുന്നത്. തീർത്തും മര്യാദകേടായ നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും തീർത്തും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. ശരി അരവിന്ദ്.